എൻ്റെ പേര് മറിയമ്മ. വീട്ടുകാര് മുട്ടത്തോന്നേൽ. ആദ്യത്തെ അച്ഛൻ ആരായിരുന്നു? ആദ്യത്തെ അച്ഛൻ പാട്ടത്തിലച്ഛനായിരുന്നു. പാട്ടത്തിലച്ഛൻ വന്നപ്പം നമുക്ക് പള്ളി ഉണ്ടായിരുന്നു? അന്നേരം പിന്നെ ഒരു ഷെഡായിട്ടായിരുന്നു. ഷെഡായിട്ടുണ്ടായിരുന്നു. തറ ചാണകമൊക്കെ മെഴുകി. ചാണകം മെഴുകിയതായിരുന്നു. ഈ സൈഡ് വീപ്പയുടെ തകിടുകൊണ്ട് ഇങ്ങനെ തകിട് പൊട്ടിച്ച് വെച്ചതാന്നൊക്കെ ഇങ്ങനെ പലരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് ഓല മേഞ്ഞതും ഓടിട്ടതും കുറേ ഭാഗം ഓടിട്ടതും കുറേ ഭാഗം പിന്നെ ഓല മേഞ്ഞതുമായിട്ടുള്ള. എല്ലാ ദിവസവും കുർബാന ഉണ്ടായിരുന്നു അന്നേരം? എല്ലാ ദിവസവും പാട്ടത്തിലച്ഛൻ സ്ഥിരമായിട്ട് ഇവിടെ വന്നപ്പോൾ എല്ലാ ദിവസവും കുർബാന ഉണ്ടായിരുന്നു. പിന്നെ അച്ഛന് വേറൊരു കാര്യം ഉണ്ടായിരുന്നു. അച്ഛന് പള്ളി പണിയാൻ വേണ്ടിയിട്ട് പിരിവിന് പോകുമായിരുന്നു അങ്ങ് കിഴക്കൻ പ്രദേശത്തൂടെയൊക്കെ. അങ്ങനെയുള്ള ദിവസങ്ങളിൽ കുർബാനയില്ലായിരുന്നു. പിരിവെടുത്തുകൊണ്ട് വന്ന ഈ ഒരു പള്ളി പണിത്, മറ്റേ ഈ ഇപ്പം പറഞ്ഞ പള്ളിയുടെ സ്ഥാനത്ത് തന്നെ പിന്നെ ആ പള്ളി ശകലം കൂടെ വലുതാക്കി പിന്നെ ആനവാതിലുമൊക്കെ ഉണ്ടാക്കി പിന്നെ പണിത് പിരിവെടുത്തുകൊണ്ട് വന്ന. അങ്ങനെ ഇരുന്നപ്പോഴത്തേനും ചങ്ങനാശ്ശേരിയും പാലായും കാഞ്ഞിരപ്പള്ളിയും രൂപത രണ്ടായിട്ട് തിരിച്ചു. ചങ്ങനാശ്ശേരി രൂപത രണ്ടായിട്ട് തിരിച്ചു, പാലായും കാഞ്ഞിരപ്പള്ളിയായിട്ട്. അപ്പം പാലാ രൂപതക്കാരെല്ലാം അങ്ങോട്ട് ചെല്ലണമെന്ന് പറഞ്ഞു. അവിടെ പാലാ രൂപതയിലെ പിതാവിൻ്റെ പിന്നെ അറിയിപ്പ് കിട്ടി. അങ്ങനെ പാട്ടത്തിലച്ഛൻ അങ്ങ് പോയി. പിന്നെ വന്നത് ഏർത്തേലച്ഛന്. പിന്നെ ഏർത്തേലച്ഛനാണ് മുന്നോട്ടുള്ള? ഏർത്തേലച്ഛൻ അവിടെ അധികം പണിതില്ല. ഏർത്തേലച്ഛൻ 3 കൊല്ലം പണിതും ഇരുന്നുള്ളൂ. ഏർത്തേലച്ഛന് പിന്നെ പള്ളി മുറി ഒരു ശകലം അച്ഛന്മാർക്ക് കിടക്കാനും മാത്രം ഒരു ശകലം സ്ഥലം ഉണ്ടാക്കി, അത്രയേ ഉള്ളൂ. അച്ഛൻ 3 വർഷമേ ഇരുന്നുള്ളൂ. അച്ഛൻ പെട്ടെന്ന് സ്ഥലം മാറിപ്പോയി. അത് കഴിഞ്ഞ് പിന്നെ മങ്കന്താനത്തച്ഛനാകുന്നത്. മങ്കന്താനത്തച്ഛനാണ് ഇപ്പോൾ ഉള്ള പള്ളി പണിതത്, പണിയാണ്ട് നേതൃത്വം കൊടുത്തത്. അത് ആ പള്ളി പണിത് പൂർത്തിയാക്കി കഴിഞ്ഞാൽ അച്ഛന് സ്ഥലം മാറ്റം കിട്ടിയത്. 7 വർഷമായിരുന്നു. അതെങ്ങനെയായിരുന്നു അന്നത്തെ പള്ളി പണിയും കാര്യങ്ങളൊക്കെ? അന്ന് പള്ളി പണി എല്ലാവരും കൂടെ സഹകരിച്ചായിരുന്നു. പിന്നെ എല്ലാവരും എന്ന് പറഞ്ഞാൽ പിന്നെ പള്ളിയിലന്ന് വന്നിരിക്കുന്നവരെല്ലാം ആബാലവൃത്തം ജനങ്ങളും പള്ളി പണിയാനായിട്ട് കല്ല് ചുമക്കാനും മണ്ണ് കോരാനും ഇങ്ങനെ എല്ലാ കാര്യത്തിനും പിന്നെ സഹകരിച്ചു. ഒന്ന് ഞായറാഴ്ച പിന്നെ എല്ലാവരും കൂടെ കൂടുന്ന ദിവസം അന്ന് കല്ലും മണലും പിന്നെ ഇങ്ങനെ കട്ടയെല്ലാം അടുപ്പിച്ചിട്ട് പിറ്റേ ദിവസം മുതൽ മേസ്തിരിമാർ വന്ന് പണിയും. അന്നേരം നമ്മളാരും കൂടണ്ട. ഇത്രയും അവർക്ക് ഒരാഴ്ച പണിയാനുള്ള സാധനങ്ങളെല്ലാം അടുപ്പിച്ചിട്ട് കൊടുക്കണം. എല്ലാവരുടെയും ഇടവക്കാരുടെയൊക്കെ സഹകരണം സഹകരണം എന്ന് പറഞ്ഞാൽ കൊച്ചാപ്പൻ്റെ ചേട്ടനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പറഞ്ഞേനുമായിരുന്നു സഹകരണത്തിൻ്റെ കാര്യങ്ങൾ. ഒരുത്തരും പിന്നോട്ട് മാറി നിന്നിട്ടില്ല. അത്യാവശ്യം തന്നെയായിരുന്നു. ഇവിടെ ഉള്ളവരെല്ലാവരും കുരട്ടിയിലൊക്കെ പോകുന്നുണ്ട്. വെള്ളപ്പൊക്കമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ കുരട്ടി പള്ളിപ്പോക്ക് കണക്കില്ലായിരുന്നില്ല. അതിൻ്റെ അന്നത്തെ കാരണന്മാർക്കെന്ന് പറഞ്ഞാൽ നല്ല ദൈവവിശ്വാസവും ഭക്തിയൊക്കെ ഉള്ളവരായിരുന്നു. ഒരു പള്ളി വേണമെന്നൊരു അത്യാവശ്യമായിരുന്നു. ഞങ്ങളിവിടെ വരുമ്പോൾ അച്ഛന് ഞായറാഴ്ച ഒരു ദിവസം വന്ന് കുർബാനയിലും ആ ഞായറാഴ്ച ഒരു ദിവസവും ആദ്യ വെള്ളിയാഴ്ചയും ഇവിടെ പിന്നെ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് അച്ഛൻ വന്ന് കുർബാനയിലുമായിരുന്നു. ആറ്റിൽ മഴ പെയ്ത് ആറ്റിൽ വെള്ളം വന്നാൽ അങ്ങോട്ടും അന്നിങ്ങനെയും പോക്ക് നടക്കില്ലായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ ഇങ്ങനെ കഷ്ടപ്പെട്ടാണ് ഒരു പള്ളി വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരുന്നത്. അന്ന് ഈ പള്ളിയോടൊപ്പം തന്നെ സെമിത്തേരിയൊക്കെ പണിതായിരുന്നോ? അന്നേരം സെമിത്തേരി ഇല്ല. സെമിത്തേരി പണിതത് പറയുകയാണെന്നൊരിക്കൽ എനിക്ക് എൻ്റെ വിളയത്തുങ്ങൾ 3 പേരുണ്ടായിരുന്നു. ഏറ്റവും ഇളയ ഒരു പയ്യന് 6 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അവന് ഈ 3 പിള്ളേർക്കും കൂടെ ഒരുപോലെ രോഗം വന്നിട്ട് ഈ ഏറ്റവും ഇളയ ചെറുക്കനെ ഈ ഇപ്പച്ചൻ്റെ ആശുപത്രിയിൽ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയും തന്നെ ആ കൊച്ചവിടെ കിടന്ന് മരിച്ചു. അത് കഴിഞ്ഞ് പിന്നെ 2 പേര് വീട്ടിൽ രോഗിയായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. ഒരാൾ 5-ലും ഒരാൾ 3-4 എങ്ങാണ്ട്, ഒരു ചെറുക്കനും ഒരു പെണ്ണുമായിരുന്നു. അതിലെ ചെറുക്കനും മരിച്ചു. ചെറുക്കൻ മരിക്കുന്നതിന് മുമ്പ് അവൻ പറയുമായിരുന്നു, ഈ കൂപ്പള്ളി പള്ളി വന്നാൽ എന്നും ഞാൻ പള്ളിയിലായിരുന്നു. എനിക്കത് സങ്കടം സഹിക്കാൻ മേല കേട്ടോ. എന്നും പള്ളിയിലാണെന്ന് പറയാമായിരുന്നു. അതുപോലെ തന്നെ അവന് ഇവിടെ പള്ളി വന്ന് 3-ാമത്തെ ദിവസം അവൻ മരിച്ചു. അന്നേരം സിമിത്തേരി ഇല്ലല്ലോ. സിമിത്തേരി ഇല്ലാഞ്ഞിട്ട് പിന്നെ കുഞ്ഞുമ്മച്ചൻ ചേട്ടനും അച്ഛനും അന്നത്തെ കൈക്കാരന്മാരും കണക്കന്മാരും എല്ലാവരും കൂടി കാട് വെട്ടിത്തെളിച്ച് പിന്നെ കുഴിയെടുത്ത് അവനെ അവിടെ അടക്കി. ഇപ്പോഴത്തേത് പറയുകയാണെന്നൊരിൽ 1, 2, 3, 4-ാമത്തെ നിരയിൽ പിന്നെ കുഴിയെടുത്ത് ആദ്യത്തെ അടക്കമാണ്.
അത് എന്നാണ് നമ്മുടെ തോമാച്ചേട്ടൻ ശുശ്രൂഷകനായിട്ട് കയറുന്നത്? അത് പാട്ടത്തിലച്ഛൻ വരുന്ന കൂട്ടത്തിൽ തോമാച്ചേട്ടനും വന്നു, അച്ഛൻ്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. വന്നു. അങ്ങനെ തുടർച്ചയായിട്ട് എത്ര വർഷങ്ങൾ തോമാച്ചേട്ടൻ ഇവിടെ ജോലി ചെയ്തു കപ്പ്യാരായിട്ട്? പിന്നെ എൻ്റെ ഓർമ്മയിൽ 50 വർഷം ചെയ്തെന്നുള്ളതാണ് എൻ്റെ ഓർമ്മയിരിക്കുന്നത്. കൃത്യമാണോന്ന് എനിക്കറിയത്തില്ല. 50 വർഷം കഴിഞ്ഞപ്പം പുള്ളി പിരിഞ്ഞു. പിരിഞ്ഞിട്ട് പിന്നെ 10 വർഷം കൂടെ അവിടെ സഹായിക്കാൻ ആരും ഇല്ലായിട്ട് 10 വർഷം കൂടെ ജോലി ചെയ്തു. പോസ്റ്റ് ഓഫീസ് വരാനായിട്ട് പിന്നെ പറയുകയാണെന്നറിയില്ല, ആരച്ചേരിക്കാരുടെ വീടിന് ഇപ്പുറത്ത് ഇപ്പോൾ ഒരു നീല ഓടിട്ട ഒരു കെട്ടിടം കാണുന്നില്ല. ആ ഓടിട്ട കെട്ടിടത്തിൽ പഴകാട്ടിക്കാർക്കല്ല പിന്നെ കൊള്ളിക്കുള കുഞ്ഞാട്ടനൊരു 3 മുറി കടയുണ്ടായിരുന്നു. ആ കടയിൽ ഒരു മുറി എടുത്ത് പിന്നെ ഈ പോസ്റ്റ് പിന്നെ പെട്ടി ഉണ്ടല്ലോ, പിന്നെ എഴുതുന്ന പെട്ടി, അതുപോലെ ഒരു പെട്ടി അവിടെ വെച്ച് അന്ന് തോമാച്ചേട്ടൻ ആദ്യത്തെ പോസ്റ്റ്മാൻ പോസ്റ്റ്മാനായിട്ടിരുന്നു. പള്ളി അന്ന് സ്കൂളിൽ പിന്നെ അങ്ങനെ ജോലി കിട്ടിയില്ല. പിന്നെ പള്ളിയിലെ ജോലി നോക്കിയിട്ട് അച്ഛൻ ചോറും കറിയൊക്കെ വെച്ച് വെച്ചിട്ട് പിന്നെ പോസ്റ്റ്മാനായിട്ട് എഴുത്തും കൊണ്ടൊക്കെ വന്നു. ഇതിൽ ദൂരം അധികമൊന്നുമില്ല. അങ്ങനെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് വന്നത്. നമ്മുടെ മല കയറാനൊക്കെ പോയിട്ടുണ്ടോ? ഓർമ്മയുണ്ടോ? കയറാനൊക്കെ പോയിട്ടുണ്ട്. ഈ നോയമ്പിൻ്റെ വെള്ളിയാഴ്ചകളിലെല്ലാം മല കയറും. എല്ലാ വെള്ളിയാഴ്ചയും ഞങ്ങൾ കുറേ പേരുണ്ടായിരുന്നു. പുൽപ്പേലെ കുഞ്ഞുഞ്ഞേട്ടൻ്റെ എഴുത്തി, ചാക്കോച്ചേട്ടൻ്റെ എഴുത്തി, ഞാൻ, എൻ്റെ അമ്മ, ഞങ്ങളൊരു ടീമായിരുന്നു. എല്ലാവരും അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ വന്ന് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് സഹകരിച്ച് ഞങ്ങളെല്ലാവരും കൂടെ കുരിശുമല കയറാൻ പോകും. അവിടെ മലയറ ചെല്ലുമ്പോഴത്തേനും കുറച്ച് പേര് ഇവിടെ കുളപ്പുറത്തു നിന്നും പനച്ചപ്പള്ളിയിൽ നിന്നൊക്കെ കുറേ പേരൊക്കെ വരും. അങ്ങനെ ഞങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും നോയമ്പിലും എല്ലാ വെള്ളിയാഴ്ചയും പോകുമായിരുന്നു. അന്നത്തെ വിശ്വാസം ഇന്നത്തെ തലമുറയ്ക്ക് ഒട്ടുമില്ലെന്ന് സത്യമായിട്ട് പറയുന്നതിന് ഒരു വ്യത്യാസം, ഒരു മടിയില്ല. എന്നുവെച്ചാൽ അങ്ങനെയാണ് പള്ളിയോടുള്ള ആ പിന്നെ പരിഗണന. അച്ഛന്മാരെ ബഹുമാനമില്ല, പള്ളിയോടൊരു പിന്നെ ബഹുമാനത്തോടെ, പള്ളിയിലൊരു ബഹുമാനത്തോടെ പെരുമാറുന്നില്ല. ഞാൻ പോകുന്നില്ലെന്നൊരിക്കലും ഞാൻ അറിയുന്നുണ്ട്. അച്ഛന്മാരോട് ബഹുമാനമെന്ന് പറഞ്ഞതില്ല. ഞങ്ങളൊക്കെ എൻ്റെ ഗർഭത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിശയം തോന്നും. പിന്നെ ഒരു രോഗിയായിട്ട് കിടക്കുന്ന ഒരു വീട്ടിലോട്ട് ഒരച്ഛൻ കുർബാന എഴുന്നള്ളിച്ചുകൊണ്ട് പോകുകയാണെന്നറിയില്ല, അച്ഛന് തലേ കൂമ്പൻ തൊപ്പിയും വെച്ച് ഇങ്ങനെ ഒരു തൊപ്പിയും വെച്ച് കുടയും താഴത്ത് പിടിച്ച് ഇങ്ങനെ ചങ്കത്ത് കൈയും വെച്ചൊരു ഇങ്ങനെ കൈ പിടിച്ചോണ്ടാണ് പോകുന്നത്. മഴയായാലും കൊള്ളാം, പിന്നെ വെയിലായാലും കൊള്ളാം. അച്ഛൻ കുർബാന എഴുന്നള്ളിച്ചുകൊണ്ട് വരുന്നത് നമ്മൾ കാണുമല്ലോ, നടന്നല്ലേ വരുന്നത്. അപ്പം നമ്മൾ കാണും. അത് കാണുന്ന സമയത്ത് എവിടെയായാലും കൊള്ളാം, ചാണകം ഉണ്ടെങ്കിലും കൊള്ളാം, അവിടെ മുട്ട നിൽക്കും. അവിടെ മുട്ട നിന്നിട്ട് കൈ കൂട്ടി പിടിച്ച് അച്ഛൻ ഇങ്ങനെ കടന്നു പോയി നമ്മുടെ കണ്ണെത്താത്തോടത് ചെല്ലുമ്പോൾ നേരം ഞങ്ങളിങ്ങനെ കൈ കൂട്ടി പിടിച്ച് നിൽക്കും. അത് ഞങ്ങൾക്കൊരു നിർബന്ധമായിരുന്നു. എന്നെ വീട്ടിൽ പഠിപ്പിച്ചതും അങ്ങനെ, വേദപാഠ ക്ലാസ്സിൽ പഠിപ്പിച്ചതും അങ്ങനെ, ഞങ്ങളങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാവരും പള്ളിയിൽ പോകുന്നുണ്ട്, കുമ്പസാരിക്കുന്നുണ്ട്, കുർബാന സ്വീകരിക്കുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നേരിയില്ല, അതിനൊരു അന്നത്തെ ഒരു തീഷ്ണതയില്ല.